പത്തനംതിട്ടയിലെ അനിലിനെയും നന്ദുവിനെയും പുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ കോടതിയിൽ നടന്ന സംഭവമൊക്കെ നന്ദുവിനെയും അനിയെയും അതുതന്നെ മറ്റുള്ള എല്ലാവരെയും വളരെയേറെ വിഷമിച്ചിട്ടുണ്ട്. അപ്പം നന്ദു ആണെങ്കിൽ ഇതൊക്കെ കണ്ട് വിഷമിച്ച് വീട്ടിലോട്ട് ചെല്ലുമ്പോൾ കനക ചോദിക്കുകയാണ്, കോടതിയിലെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം കനകയെടുത്ത് പറയാണ്, അനാമികയും അവൻ്റെ അച്ഛനും കൂടെ ചേർന്ന് അനന്തപുരിയിൽ എല്ലാവരെയും നാണം കെടുത്തി. അതിലൊരു കാരണം ഞാനും കൂടെ ആയിരുന്നു. അപ്പോൾ പറയാണ്, കള്ളക്കഥ മൊത്തം എഴുതി പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ആ വക്കീലും. അതുപോലെ തന്നെ ആ CI സച്ചി ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് എനിക്കറിയാം. അയാൾ ഇതിനകത്തൊരു ഒരു ഉത്തരവാദിയാണെന്ന് നന്ദു പറയുകയാണ്. അയാളെ പോലെ ഒരു നീചനെ കല്യാണം കഴിക്കണമെന്നാണ് നിങ്ങളെല്ലാവരും കൂടെ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അയാളുടെ തനി സ്വഭാവം ഇനി പുറത്ത് വരാൻ കിടക്കുന്നേ ഉള്ളൂ. ഇനി എന്തൊക്കെ അയാൾ മറച്ചു വെച്ചിട്ടുണ്ടെന്നറിയാം. എനിക്ക് അയാളെ കല്യാണം കഴിക്കാൻ ഒരു താല്പര്യമില്ല. നിങ്ങളൊക്കെ കൂടി എന്നെ നിർബന്ധിക്കുകയാണ്. എനിക്കിപ്പോഴും അനിയമാണ് ഇഷ്ടം. അനിയെ കല്യാണം കഴിക്കാനാണ് താല്പര്യം. ഞാൻ ഒരു തരത്തിലും അയാളെ CI കല്യാണം കഴിക്കത്തില്ല. നിങ്ങളിനി എന്ത് പറഞ്ഞാലും ഞാൻ അയാളെ കല്യാണം കഴിക്കത്തില്ലെന്ന് നന്ദു പറയുകയാണ്. ഇനി ഞാൻ ആരെയും അനിയെ കല്യാണം കഴിച്ചെങ്കിൽ ഇനി ഈ ജന്മം ആരെയും കല്യാണം കഴിക്കില്ല. ഞാൻ ഇങ്ങനെ തന്നെ നിന്നോളാം, ഒറ്റയ്ക്ക് തന്നെ നിൽക്കാം. ഒറ്റയ്ക്ക് നിന്നതുകൊണ്ട് എന്തായിരിക്കും, എനിക്കൊരു ജോലിയുണ്ട്, ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ഒരു കഴിവുമുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് തന്നെ ജീവിച്ചോളാം. എന്നെങ്കിലും എൻ്റെ അനിയൻ്റെ കല്യാണം നടക്കുമ്പോൾ നടന്നാൽ മതി. നിങ്ങളുടെയൊക്കെ അനുഗ്രഹത്തോടെ എന്നെങ്കിലും നിങ്ങൾ നടത്തി തരുമ്പോൾ മതി എന്നാണ് നമ്മുടെ നന്ദു കനകയെടുത്ത് പറയുന്നത്. ഇതൊക്കെ കേട്ട് കനകയ്ക്ക് ആകപ്പാട് ദേഷ്യം വരുന്നുണ്ട്. കനക ഒന്നും മിണ്ടുന്നില്ല. ഗോവിന്ദൻ പറയുന്നത്, മോളെ അത് ശരിയാവത്തില്ല. അങ്ങനെ തീരുമാനിച്ചാൽ ഞങ്ങൾക്കൊരു സമാധാനമില്ല. നല്ലൊരു പയ്യനാണ് CI. എന്തുവായാലും അനിയായിട്ടുള്ള വിവാഹം നടക്കാൻ പോകുന്നില്ല. അത് നിനക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം. അതുപോലെ തന്നെ ഞങ്ങൾക്ക് അതിനൊരു താല്പര്യമില്ല. അനന്തമൂർത്തി സാർ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ അതുകൊണ്ടാണ് ഇതിന് താല്പര്യമില്ലെന്ന് പറഞ്ഞത്. എൻ്റെ 2 പെൺമക്കളും അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് ഞാൻ എൻ്റെ കൺമുൻപിൽ കാണുകയാണ്. ഇനി നിന്നെയും കൂടെ അങ്ങോട്ട് പറഞ്ഞു വിട്ട് നീയും അവിടെ നിന്ന് വിഷമിക്കുന്നത് കാണാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. നിന്നെ അവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമായിട്ട് കാണണമെന്നാണ് ആഗ്രഹം. അതിന് ഏറ്റവും നല്ലത് സച്ചിയുടെ അടുത്താണ്. അതുകൊണ്ടാണ് നിന്നെ അങ്ങോട്ട് കല്യാണം കഴിച്ച് അയപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചതെന്ന് നമ്മുടെ ഗോവിന്ദൻ പറയുന്നു. നന്ദു പറയാണ്, ഇനി ആരെന്ത് പറഞ്ഞാലും എനിക്ക് അയാളുമായിട്ടുള്ള വിവാഹം ഇഷ്ടമല്ല. നിങ്ങൾ എപ്പോഴെങ്കിലും എൻ്റെ അനുവാദം ചോദിച്ചിട്ടുണ്ടോ? എനിക്ക് എങ്ങനെയാണ്, എനിക്ക് അയാളെ ഇഷ്ടമാണെന്ന് നിങ്ങളാണ് എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? നിങ്ങൾ തന്നെ തീരുമാനിക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ അയാളുടെ സ്വഭാവത്തിൽ എനിക്ക് ആകെപ്പാടെ സംശയമാണ്. കള്ളത്തരങ്ങൾ നിറഞ്ഞ ഒരു സ്വഭാവമാണ് അയാൾക്കുള്ളത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്ന് നന്ദു പറയുകയാണ്. അല്ലെങ്കിൽ തന്നെ അനാമികയുമായിട്ടുള്ള ബന്ധം അനി പിരിഞ്ഞു കഴിഞ്ഞാൽ അനിയും സ്വതന്ത്രനാണ്. അപ്പോൾ എനിക്ക് അനിയെ കല്യാണം കഴിച്ച് ഞങ്ങൾക്ക് സുഖമായിട്ട് ജീവിച്ചുകൂടെ? അനിയുടെ സ്വഭാവം എല്ലാവർക്കും അറിയാവുന്നതല്ലേ എന്ന് നന്ദു ചോദിക്കുകയാണ്. ഇതൊക്കെ കേട്ട് കനക മിണ്ടായിരിക്കുകയാണ്. അപ്പം ഗോവിന്ദൻ പറയാണ്, ഇനി എന്തെന്ന് പറഞ്ഞാലും അനിയുടെ അമ്മയ്ക്ക് ഇഷ്ടമല്ല. അവർ ആത്മഹത്യ ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പം ആ ഒരു പാപവും കൂടെ ഞങ്ങൾ എന്തിനാണ് വലിച്ചു കയറ്റുന്നത്? നീ അറിഞ്ഞു വെച്ചോണ്ട് എന്തിനാ അങ്ങോട്ട് പോകുന്നത്? നിനക്കതൊരു സമാധാനം കാണത്തില്ല. നാളെ ഈ ജോലിയുമായിട്ട് നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്ന് പോലും അറിയാൻ വയ്യ. ആ ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളതെന്ന് നമ്മുടെ ഗോവിന്ദൻ പറയണം. പക്ഷേ നന്ദു ഇതൊന്നും സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നില്ല. നന്ദു അനിയെ തന്നെ കല്യാണം കഴിക്കും. അയാൾ CI എന്ന് പറയുന്ന വൃത്തികെട്ടനെ ഇങ്ങോട്ട് അയാളെ ജീവിതത്തിലേക്ക് കയറ്റത്തില്ല എന്നുള്ള ഒരു വാശിയിൽ തന്നെ നിൽക്കുകയാണ്. ഒന്നാമത് കേസിൻ്റെ കാര്യം എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് നന്ദുവിന് വാശിയായി. അപ്പം കനക പറയാണ്, നിൻ്റെ തീരുമാനം ഇങ്ങനെയാണെങ്കിൽ ഞങ്ങളും അതുപോലൊരു തീരുമാനം എടുക്കും. നീ ആ തീരുമാനത്തിൽ ഉറച്ച് നിൽക്കുകയല്ലേ? അങ്ങനെയാണെങ്കിൽ നിനക്ക് അമ്മയില്ല, നീ അമ്മ മരിച്ചു പോയെന്ന് വിചാരിച്ചെന്നും പറഞ്ഞുകൊണ്ട് കനകയാണെങ്കിൽ അവിടെ നിന്ന് ദേഷിച്ചു പോവുകയാണ്. അപ്പം നന്ദു എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. നന്ദു ആകപ്പാട് പെട്ട അവസ്ഥയാണ്. ഇനി കനക ഭീഷണിപ്പെടുത്തി നന്ദുവിനെ കൊണ്ട് കല്യാണത്തിന് സമ്മതിപ്പിക്കുമോ എന്നൊരു നന്ദു ചിന്തിച്ചു. അതുപോലെ തന്നെ സംഭവിച്ചു. കനക നേരെ പോയി മുറി അടച്ചിട്ട് ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. കനകയ്ക്ക് പേടിയാണ്. എന്നിട്ടും കനക ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുകയാണ്. നന്ദു ആണെങ്കിൽ പുറകെ ഓടി വരികയാണ്. അമ്മ എന്നും പറഞ്ഞുകൊണ്ട് ഓടി വരികയാണ്. ഓടി വന്ന് നന്ദു പിന്നെ പോലീസായതുകൊണ്ട് കനക ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് അത് ഭീഷണിപ്പെടുത്തുന്നതാണ്. ചവിട്ടി തുറന്ന് അകത്ത് കയറുകയാണ്. അകത്ത് കയറിയിട്ട് അന്നേരത്തെ ഒരു സമാധാനത്തിന് വേണ്ടി കനക തൂങ്ങാനായിട്ട് നിൽക്കുന്നത് നന്ദു കാണുകയാണ്. അപ്പം നന്ദുവിന് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുകൂടാ. അവസാനം കനകയുടെ ഭീഷണിക്ക് മുന്നിൽ നന്ദു പറയുന്നു, ഞാൻ സമ്മതിച്ചു, നിങ്ങൾ എന്താ അതുപോലെ എന്ന് പറഞ്ഞ് നന്ദു സമ്മതിക്കുകയാണ്. പക്ഷേ അവരുടെ മുന്നിൽ മാത്രമേ ഉള്ളൂ നന്ദു അപ്പോഴത്തെ ഒരു സമാധാനത്തിന് വേണ്ടി മാത്രമാണ് നന്ദു അങ്ങനെ പറയുന്നത്. നന്ദുവിന് CI കല്യാണം കഴിക്കുന്നത് ഇഷ്ടമല്ല. അത് ഗോവിന്ദനും അറിയാം, കനകയ്ക്കും അറിയാം. നന്ദുവിന് എങ്ങനെയെങ്കിലും ഇതിന് സമ്മതിപ്പിക്കണമെങ്കിൽ ഭീഷണിപ്പെടുത്തി മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് നന്ദുവിനറിയാം. നന്ദു ആണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ അനിയെ വിളിച്ച് പറയുന്നുണ്ട്.
അമ്മ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയെന്നും അച്ഛൻ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്നും ഒക്കെ നന്ദു ആണെങ്കിൽ നമ്മുടെ അനിയെ വിളിച്ച് പറയുന്നുണ്ട്. അനിക്ക് ഭയങ്കര വിഷമം വരുന്നുണ്ട്. അപ്പം നന്ദു പറയുകയാണ്, ഞാൻ അമ്മയെ അന്നേരം സമാധാനിപ്പിക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. എന്നാലും അതിനൊക്കെ അപ്പുറമാണ് എനിക്ക് നിന്നോടുള്ള സ്നേഹം. ഞാൻ നിന്നെ മാത്രമേ കല്യാണം കഴിക്കൂ. ഇനി ആരെന്ത് പറഞ്ഞാലും ഞാൻ നിന്നെ മാത്രമേ കല്യാണം കഴിക്കൂ എന്ന് നന്ദു വീണ്ടും എനിക്ക് ഉറപ്പ് കൊടുക്കുകയാണ്. പക്ഷേ നമ്മുടെ കനകയും ഗോവിന്ദനും ഒക്കെ ആ വിവാഹവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ കേസൊക്കെ ഒരുവിധം ഒതുങ്ങിയ ശേഷം അവരുടെ നിശ്ചയം നടത്താൻ ഇരിക്കുകയാണ്. സച്ചിയാണെങ്കിൽ വേറെ ഫ്രോഡ് സ്വഭാവമുള്ള ഒരാളാണ്. സച്ചിയാണെങ്കിൽ എങ്ങനെയും നന്ദുവിനെ സ്വന്തമാക്കണം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അതിന് അനിയെ എങ്ങനെയെങ്കിലും ജയിലിലാക്കണം. അതിന് അനാമികയുടെയും വീട്ടുകാരുടെയും കൂട്ടുപിടിച്ച് അവരുടെ കേസിന് ഓരോ തെളിവുകൾ കള്ള തെളിവുകൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ നല്ല പുള്ളിയായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ നമ്മുടെ സച്ചി. അപ്പോൾ അതൊക്കെ കൊണ്ട് സച്ചിയുടെ കള്ളത്തരങ്ങളെല്ലാം പുറത്തു വരികയാണ്. അതൊക്കെയാണ് ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.